ഹായ് ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ മറ്റൊരു ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. പരീക്ഷയ്ക്ക് സാധാരണഗതിയിൽ ചോദിക്കുന്ന ഒരു ക്വസ്റ്റനാണ് വാട്ട് ആർ ദ ടൈപ്സ് ഓഫ് ഡിബഞ്ചേഴ്സ് അല്ലെങ്കിൽ കൈൻഡ്സ് ഓഫ് ഡിബഞ്ചേഴ്സ് എന്നുള്ളത്. ഏതൊക്കെ തരം ഡിബഞ്ചേഴ്സുകളാണ് ഉള്ളത് എന്നുള്ളത് ചോദിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ചോദിക്കുമ്പോൾ നമുക്കതിൻ്റെ കാറ്റഗറീസ് അല്ലെങ്കിൽ അതിൻ്റെ ടൈപ്സ് ഏതൊക്കെയാണെന്ന് അറിയണം. അപ്പോൾ സാധാരണഗതിയിൽ ഡിബഞ്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഇറ്റ്സ് എ അക്നോളജ്മെൻറ്റ് ഓഫ് ഡെപ്റ്റ് ആണ്, അല്ലെങ്കിൽ ബോറോഡ് ക്യാപിറ്റൽ ഓഫ് ദ കമ്പനിയാണ് ഡിബഞ്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഏതൊക്കെ തരം അല്ലെങ്കിൽ ഏതൊക്കെ വെറൈറ്റീസ് ഓഫ് ഡിബഞ്ചേഴ്സുകളാണുള്ളത് അതാണ് സാധാരണഗതിയിൽ അതിന് ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് എന്നും പറയും. അപ്പോൾ നോക്കി നോക്കൂ, ക്ലാസിഫിക്കേഷൻ നമുക്ക് തിരിക്കുന്നത് ഓൺ ദ ബേസ് ഓഫ് റിഡംഷൻ്റെ ബേസിൽ രണ്ട് കാറ്റഗറി ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അതേപോലെ തന്നെ ഓൺ ദ ബേസ് ഓഫ് കൺവേർട്ടബിലിറ്റി രണ്ട് ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ഓൺ ദ ബേസ് ഓഫ് രജിസ്ട്രേഷൻ, ഓൺ ദ ബേസ് ഓഫ് സെക്യൂരിറ്റി, ഇങ്ങനെയൊക്കെ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം നോക്കേണ്ടത് ഓൺ ദ ബേസ് ഓഫ് രജിസ്ട്രേഷൻ ഏതൊക്കെ ക്ലാസിഫിക്കേഷൻ ഉള്ളത്. രജിസ്ട്രേഷൻ്റെ ബേസിൽ ഡിബഞ്ചേഴ്സിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു. രജിസ്റ്റേർഡ് ഡിബഞ്ചർ എന്നും അതേപോലെ തന്നെ ബിയറർ ഡിബഞ്ചർ എന്നും. ബിയറർ ഡിബഞ്ചറിൻ്റെ വേറൊരു പേര് അൺരജിസ്റ്റേർഡ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. രജിസ്റ്റേർഡ് എന്ന് പറയുന്ന പോലത്തെ അൺരജിസ്റ്റേർഡ് എന്ന് പറയും. രജിസ്റ്റേർഡ് ഡിബഞ്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനിയുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ രജിസ്റ്റർ ചെയ്തുകൊണ്ട് ഇഷ്യൂ ചെയ്യുന്ന ഡിബഞ്ചേഴ്സ്. അത് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് നെഗോഷിയേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, കമ്പനിയിൽ രജിസ്റ്റർ ചെയ്യണം. അങ്ങനെ ഇഷ്യൂ ചെയ്യുന്ന ഡിബഞ്ചേഴ്സിനാണ് എന്ന് പറയുന്നത് രജിസ്റ്റേർഡ് ഡിബഞ്ചർ എന്ന് പറയുന്നത്. അത് ആരുടെ പേരിലാണോ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അവർക്കാണ് അതിൻ്റെ ഇൻട്രസ്റ്റ് കിട്ടുക, കമ്പനി ഇൻട്രസ്റ്റ് കൊടുക്കുമ്പോൾ. അതേസമയം അൺരജിസ്റ്റേർഡ് അല്ലെങ്കിൽ ബിയറർ ഡിബഞ്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, കൈമാറ്റം ചെയ്ത് പോവാം. അത് ആരുടെ കയ്യിലാണോ ആ ഡിബഞ്ചർ ഇരിക്കുന്നത് അവർക്കാണ് എന്ത് കിട്ടുന്നത്, അതിൻ്റെ ഇൻട്രസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ ബിയറർ ഡിബഞ്ചറിൻ്റെ കേസിൽ കമ്പനിക്ക് അറിയില്ല അവരുടെ ഡിബഞ്ചർ ആരുടെ കയ്യിലാണെന്നുള്ളത്. പക്ഷേ രജിസ്റ്റേർഡ് ഡിബഞ്ചറിൻ്റെ കേസിൽ കമ്പനിക്ക് കൃത്യമായിട്ട് അറിയും അവരുടെ ഡിബഞ്ചേഴ്സ് ഇപ്പോൾ ആരുടെ കയ്യിലാണ് ഇരിക്കുന്നത്. അതാണ് അതിൻ്റെ പ്രത്യേകത. അതാണ് രജിസ്ട്രേഷൻ്റെ ബേസിൽ രണ്ട് ക്ലാസിഫിക്കേഷൻ. ദെൻ ഓൺ ദി ബേസ് ഓഫ് സെക്യൂരിറ്റി ഇതേപോലെ തന്നെ രണ്ട് ക്ലാസിഫിക്കേഷൻ ഉണ്ട്. സെക്യൂർഡ് ഡിബഞ്ചർ ഉണ്ട്, അതേപോലെ തന്നെ അൺസെക്യൂർഡ് ഡിബഞ്ചർ ഉണ്ട്. സെക്യൂർഡിന് നമ്മൾ മോർഗേജ് ഡിബഞ്ചർ എന്നും പറയും. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ അസറ്റിൻ്റെ മുകളിൽ ചാർജ് കൊടുത്തുകൊണ്ട് ഇഷ്യൂ ചെയ്യുന്ന ഡിബഞ്ചേഴ്സിനെയാണ് മോർഗേജ് ഡിബഞ്ചർ അല്ലെങ്കിൽ സെക്യൂർഡ് ഡിബഞ്ചർ എന്ന് പറയുന്നത്. അതേസമയം അൺസെക്യൂർഡ് എന്ന് പറയുമ്പോൾ എന്തുണ്ടാവില്ല, അങ്ങനെ ഒരു ചാർജ് കൊടുത്തിട്ട് അല്ലെങ്കിൽ ഒരു അസറ്റിൻ്റെ മുകളിലോ ചാർജ് ഇല്ലാതെ അൺസെക്യൂർഡ് ആയിട്ട് ഇഷ്യൂ ചെയ്യുന്ന ഡിബഞ്ചേഴ്സാണ് അൺസെക്യൂർഡ് എന്ന് പറയുന്നത്. അതിനെ പറയുന്ന വേറൊരു പേരും കൂടെ പറയും, നേക്ഡ് ഡിബഞ്ചേഴ്സ് എന്നും ഇതിനെ സാധാരണഗതിയിൽ പറയാറുണ്ട്. ഓൺ ദി ബേസ് ഓഫ് റിഡംഷൻ രണ്ട് ക്ലാസിഫിക്കേഷൻ ഉണ്ട്. റെഡീമബിൾ ഡിബഞ്ചർ അതേപോലെ തന്നെ ഇറഡീമബിൾ ഡിബഞ്ചർ എന്നുള്ളത്. റെഡീമബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ പീരീഡ് കഴിയുമ്പോൾ അത് റിഡീം ചെയ്യും. അതായത് ഒരു 5 വർഷം അല്ലെങ്കിൽ ഒരു 10 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ കമ്പനി എന്ത് ചെയ്യും, ആ ഡിബഞ്ചേഴ്സ് റീപേ ചെയ്യും. അതിനെയാണ് റെഡീം ചെയ്യുക എന്ന് പറയുന്നത്. കമ്പനിയെ ഡിബഞ്ചർ തിരിച്ചു മേടിക്കും. അതിനൊരു പ്രത്യേക കാലയളവ് ഉണ്ടാകും. അപ്പോൾ ആ കാലയളവ് വരെ നമുക്ക് എന്ത് ചെയ്യാം, ആ ഡിബഞ്ചർ കയ്യിൽ വയ്ക്കാം. അതുവരെയുള്ള ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ കമ്പനി തരും. ഒരു പർട്ടിക്കുലർ ഇയർ കഴിഞ്ഞ് കഴിഞ്ഞാൽ മെച്യൂരിറ്റി പീരീഡ് കഴിഞ്ഞാൽ കമ്പനി എന്ത് ചെയ്യും, ആ ഡിബഞ്ചേഴ്സ് എല്ലാം തിരിച്ചു മേടിച്ച് റീപേ ചെയ്യും എന്നുള്ളതാണ്. അതേസമയം ഇറഡീമബിൾ എന്ന് വെച്ചാൽ നേരെ ഓപ്പോസിറ്റാണ്. കമ്പനിക്ക് അങ്ങനെ ഒരു മെച്യൂരിറ്റി പീരീഡ് ഒന്നും ഉണ്ടാവില്ല. എത്ര കാലമാണോ കമ്പനി അത് നടക്കുന്നത് അത്രയും കാലം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഡിബഞ്ചേഴ്സ് കയ്യിൽ വെക്കാനായിട്ട് പറ്റും. അപ്പോൾ അത്രയും കാലം നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടും. അപ്പോൾ കമ്പനി റിഡീം ചെയ്യാത്തത് കൊണ്ട് അതിനെന്ത് പറയുന്നു, ഇറഡീമബിൾ എന്ന് പറയുന്നു. നോക്കി നോക്കൂ, ലാസ്റ്റ് ക്ലാസിഫിക്കേഷൻ ഓൺ ദ ബേസ് ഓഫ് കൺവേർട്ടബിലിറ്റി. കൺവേർട്ടബിലിറ്റിയുടെ ബേസിൽ ഇതേപോലെ രണ്ട് ക്ലാസിഫിക്കേഷൻ ഉണ്ട്. കൺവേർട്ടബിൾ ഡിബഞ്ചർ എന്നും അതേപോലെ തന്നെ നോൺ കൺവേർട്ടബിൾ ഡിബഞ്ചർ എന്നും. അപ്പോൾ കൺവേർട്ടബിൾ ഡിബഞ്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ അതിനെ കൺവേർട്ട് ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് അർത്ഥം കിട്ടും. അപ്പോൾ എന്തായിട്ടായിരിക്കും കൺവേർട്ട് ചെയ്യുന്നുണ്ടാവുക, മിക്കവാറും കമ്പനിയുടെ ഷെയർ ആയിട്ട് കൺവേർട്ട് ചെയ്യും അല്ലേ. അപ്പോൾ ഒരു പർട്ടിക്കുലർ ഒരു പീരിയഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓൺ ദ ഓപ്ഷൻ ഓഫ് ദ ഡിബഞ്ചർ ഹോൾഡറുടെ താല്പര്യത്തിനനുസരിച്ച് എന്ത് ചെയ്യാൻ പറ്റും, അത് കൺവേർട്ട് ചെയ്യാൻ പറ്റും അല്ലേ. അല്ലെങ്കിൽ അത് കൺവേർട്ടബിൾ ആണെങ്കിൽ മാത്രം, കമ്പനി അത് അലോ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം. അപ്പോൾ കൺവേർട്ടബിൾ ഡിബഞ്ചർ നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു പീരീഡ് കഴിഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് ഷെയർ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളതാണ്. നോൺ കൺവേർട്ടബിൾ ഡിബഞ്ചർ എന്ന് പറഞ്ഞാൽ അങ്ങനെ എന്ത് ചെയ്യാൻ പറ്റില്ല, കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്തിനാണ് ഈ കൺവേർട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ്. കൺവേർട്ട് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ കമ്പനിയുടെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഡിബഞ്ചർ ഹോൾഡർക്ക് കൊടുക്കുന്നത് ഇൻട്രസ്റ്റ് ആണ്, ഷെയറിന് കൊടുക്കുന്ന ഡിവിഡൻ്റാണ്. അപ്പോൾ നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന കമ്പനികളാണെങ്കിൽ ഡിബഞ്ചർ ഹോൾഡർക്ക് കിട്ടുന്ന എന്താണ്, കൃത്യമായിട്ടുള്ളൊരു റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് കിട്ടുന്നത്. കൂടുകയും കുറയൊന്നും ചെയ്യില്ല. പക്ഷേ നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന കമ്പനിയാണെങ്കിൽ ഷെയർ ഹോൾഡേഴ്സിന് നല്ല റിട്ടേൺ കിട്ടും. അപ്പോൾ നമുക്ക് മനസ്സിലാവുകയാണ് കമ്പനി നല്ല റിട്ടേൺ ഉണ്ടാക്കുന്ന കമ്പനിയാണ്, നല്ല ഡിവിഡൻറ്റ് കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് ഷെയറായി കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ഡിവിഡൻറ്റ് ഏൺ ചെയ്യാൻ പറ്റും. പക്ഷേ അതിന് എന്തായിരിക്കണം, നമ്മളുടെ കയ്യിലുള്ളത് കൺവേർട്ടബിൾ ഡിബഞ്ചർ ആയിരിക്കും. അപ്പോൾ
ഓപ്ഷൻ നമ്മൾ വാങ്ങിക്കുമ്പോൾ കൺവേർട്ടബിളും വാങ്ങിക്കാം, നോൺ കൺവേർട്ടബിളും വാങ്ങിക്കാം. അതാണ് മേജർ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. കുറേ ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്, പക്ഷേ നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കുമ്പോൾ സാധാരണ ഈ ഒരു 4 ബേസിസിൽ എന്ത് ചെയ്താൽ മതി, ക്ലാസിഫിക്കേഷൻ എഴുതിയാൽ മതി. ഓക്കെ, എന്തൊക്കെയാണ്? രജിസ്ട്രേഷൻ്റെ ബേസിൽ രജിസ്റ്റേർഡ് ബിയറർ ഡിബഞ്ചർ, സെക്യൂരിറ്റിയുടെ ബേസിൽ സെക്യൂർഡ് ഡിബഞ്ചർ അല്ലെങ്കിൽ അൺസെക്യൂർഡ് ഡിബഞ്ചർ, ദെൻ ഓൺ ദ ബേസ് ഓഫ് റിഡീമബിൾ റിഡംഷൻ്റെ ബേസിൽ റിഡീമബിൾ ആൻഡ് റിഡീമബിൾ. ഓക്കെ, താങ്ക് യു.